തദ്ദേശ വാർഡ് പുനർനിർണയ ബില്ലിന് ഗവർണറുടെ അംഗീകാരം. നിയമസഭ പാസാക്കിയ ബിൽ ഗവർണർ ഒപ്പുവെച്ചു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, കുറച്ച് സമയമായല്ലോ, എന്താണിപ്പോൾ തീരുമാനം? സർക്കാർ നൽകിയ വിശദീകരണം ഗവർണർക്ക് തൃപ്തികരമായോ? ദിവേഷ്, തദ്ദേശ വാർഡ് പുനർനിർണയ ബില്ല്, മുനിസിപ്പാലിറ്റി ബില്ല് അടക്കം ഉള്ള രണ്ട് ബില്ലുകളാണ് ഒറ്റ ബില്ലായിട്ടാണ് പരിഗണിക്കുന്നത്. ഇത് നിയമസഭ ചർച്ച കൂടാതെ പാസ്സാക്കി. സാധാരണ ഇതിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കേണ്ടതായിരുന്നു. പക്ഷെ പ്രതിപക്ഷ ബഹളത്തിനിടെ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാതെ സർക്കാർ പാസ്സാക്കി ഗവർണർക്ക് അയക്കുകയായിരുന്നു. ഈ ബില്ല് സർക്കാർ പക്ഷേ ഗവർണർ മാറ്റിവെച്ചിരുന്നു. കാരണം ഈ ചർച്ച കൂടാതെ പാസ്സാക്കിയത് കൊണ്ട് തന്നെ ബില്ലിൽ ഒപ്പിടരുതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. എന്നാൽ ഭരണഘടനാപരമായ ആവശ്യമായതിനാൽ വാർഡ് പുനർനിർണയ ബില്ല് പാസ്സാക്കേണ്ടതുണ്ട് എന്ന് സർക്കാർ ഗവർണറെ അറിയിച്ചു. കാരണം അടുത്ത ഒരു വർഷത്തിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ബില്ലിൽ ഒപ്പിട്ടത്. ബില്ല് നിയമമായതോടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2011 സെൻസസ് അടിസ്ഥാനമാക്കി ജനസംഖ്യ അടിസ്ഥാനത്തിലാകും വാർഡ് പുനർനിർണയം നടക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷണറെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഡീലിമിറ്റേഷൻ കമ്മീഷണറായി സർക്കാർ നിയമിച്ചിട്ടുമുണ്ട്.